ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു അവിൽ മിൽക്കാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ്. ഇത്രയും ടേസ്റ്റിലുള്ള ഒരു അവിൽ മിൽക്ക് നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പൊരി അവിലാണ് എടുത്തിട്ടുള്ളത്. നോർമൽ അവിലായാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് വറുത്തിട്ടെടുക്കണം എന്ന് മാത്രം. ഇനി ഇവിടെ ഒരു റോബസ്റ്റ് പഴം, 2 കപ്പ് നല്ല തണുത്ത പാലിലേക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുള്ളതാണ്. ഇനി 1 ടേബിൾ സ്പൂണ് കസ്കസ് കുതിർത്തതും, 1 ആപ്പിളിന്റെ പകുതി കട്ട് ചെയ്തതും, 1/4 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്ത് പഞ്ചസാരയിലൊന്ന് വേവിച്ചെടുത്തതാണിത്. ഇനി 2 ടേബിൾ സ്പൂണ് കിസ്മിസും ഒരൽപ്പം കാഷ്യൂവും ബദാമും കൂടി എടുത്തിട്ടുണ്ട്. ഇനി വറുത്ത കപ്പലണ്ടിയാണിത്. ഇത് ഏകദേശം 1/4 കപ്പോളം ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ 2 കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ റോബസ്റ്റ് പഴം പീസുകളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഒരു പാകത്തിനുള്ള മധുരമായിരിക്കും. ഇനി ഈ പഴം ഈ സ്പൂണ് വെച്ച് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്ന് പഞ്ചസാരയൊക്കെ ഇതിൽ നല്ലോണം മെൽറ്റായി നല്ലൊരു പാകത്തിനായി വരുന്നത് വരെ ഇതൊന്ന് സ്പൂണ് വെച്ച് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതിങ്ങനെ സ്പൂണ് വെച്ച് കുത്തി കുത്തി ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഈ പഴത്തിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ അവിൽ മിൽക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 ഗ്ലാസ്സിലാണ് ഈ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂണ് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണ് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ്സിലും ഒരേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂണ് പൊരിയവിൽ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇതാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പൈനാപ്പിൾ വേവിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഒക്കെ ചേർത്തിട്ടുള്ള പാലാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പൊരിയവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം കിസ്മിസും കാഷ്യൂവും ബദാമും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതൽ താല്പര്യമുള്ള നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വീണ്ടും വാനില എസൻസ് ചേർത്തിട്ടുള്ള നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയും കാഷ്യൂവും ബദാമും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സും നട്ട്സും ഐസ്ക്രീമും എല്ലാം ചേർന്ന് വരുമ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ്. ഈ ഒരു അവിൽ മിൽക്ക് കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലായ പോലെ തോന്നും. ഒരു നേരത്തെ ഒരു മീലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവിൽ മിൽക്ക് കഴിക്കാവുന്നതാണ്. അവിൽ മിൽക്കൊക്കെ നമ്മൾ മിക്കവരും കഴിച്ചിട്ടുണ്ടാകും, പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നമ്മൾ കൂൾ ബാറിലൊക്കെ പോയിട്ട് വ്യത്യസ്തമായ പല ടേസ്റ്റിലുള്ള അവിൽ മിൽക്കുകളും കഴിക്കും. അപ്പോൾ ആ ഒരു അവിൽ മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.